എൻ്റെ പേര് സജീല MM. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, SSC, അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അനുയോജ്യമായ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, ജോഗ്രഫി തുടങ്ങിയ ഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ കുറിച്ചാണ്. പശ്ചിമഘട്ട മലനിരകള് നമ്മുടെ കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്നു. എന്താണ് ഈ പശ്ചിമഘട്ടം എന്ന് ചോദിച്ചാൽ, അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ്. ഡെക്കാൻ പീഠഭൂമിക്കും അറബിക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ്. കേരളത്തിന്റെ കിഴക്കേ അതിരാണ്. ഗുജറാത്തിലെ താപ്തി നദീതീരം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമായിട്ടുള്ള കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ്. തുടങ്ങിയ ഈ 5 ഡെഫിനിഷനുകളാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടുന്ന ആൻസർ. ഈ പശ്ചിമഘട്ട മലനിരകളെ നമ്മുടെ കേരളത്തിൽ വിളിക്കപ്പെടുന്ന പേര് സഹ്യപർവ്വതം എന്നാണ്. പശ്ചിമഘട്ട മലനിരകളെ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും വിളിക്കപ്പെടുന്ന പേരാണ് സഹ്യാദ്രി. പശ്ചിമഘട്ട മലനിരകളെ തമിഴ്നാട്ടിൽ വിളിക്കപ്പെടുന്ന പേരാണ് നീലഗിരി മലൈ. ഈ പശ്ചിമഘട്ട മലനിരകള് നമ്മുടെ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലൂടെ മാത്രമാണ് കടന്നു പോവുക. പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ തീർച്ചയായും അറിഞ്ഞിരിക്കുക. അതിന് എളുപ്പമായിട്ടുള്ള ഒരു കോഡുണ്ട്. അതായത് MG ഗോഗു കേരള തലൈവിയെ കണ്ടു. MG ഗോഗു കേരള തലൈവിയെ കണ്ടു. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, ഗുജറാത്ത്, കേരളം ആൻഡ് തമിഴ്നാട്. ഇപ്പൊ 28 സംസ്ഥാനങ്ങളിലെ വെറും 6 സംസ്ഥാനങ്ങളിലൂടെ മാത്രമേ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നുള്ളൂ. എന്നാൽ പശ്ചിമഘട്ട മലനിരകള് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലൂടെയും കടന്നു പോകുന്നില്ല. പശ്ചിമഘട്ട മലനിരകള് നമ്മുടെ കേരളത്തിൽ കടന്നു പോകുന്ന ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 13. കടന്നു പോകാത്ത ഏക ജില്ല എന്ന് വിളിക്കപ്പെടുന്നത് ആലപ്പുഴയുമാണ്. പശ്ചിമഘട്ട മലനിരകള് നമ്മുടെ കേരളത്തിൽ കടന്നു പോകാത്ത ജില്ലയായ ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ ആൻഡ് ദി ലോവസ്റ്റ് പ്ലേസ് ഇൻ കേരള ഏതെന്ന് ചോദിച്ചാൽ കുട്ടനാടാണ്. ഈ കുട്ടനാട് അടങ്ങുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ. അതിനുശേഷം പശ്ചിമഘട്ട മലനിരയുടെ ലെന്ത് എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1200 മീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരയുടെ വിഡ്ത് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. ആ പശ്ചിമഘട്ട മലനിരയുടെ ടോട്ടൽ വിസ്തൃതി എന്ന് പറയുന്നത് 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1,60,000 ചതുരശ്ര കിലോമീറ്റർ, അതായത് 1640 ചതുരശ്ര കിലോമീറ്റർ. ഇതിനുശേഷം പശ്ചിമഘട്ട മലനിര എന്നറിയപ്പെടുന്ന ജോഗ്രഫിക്കൽ ഏരിയയാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഭൂമിശാസ്ത്ര മേഖല. ആ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് പശ്ചിമഘട്ട മലനിരകളെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനമെടുത്തിട്ടുള്ള സമ്മേളനം നമ്മുടെ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തിയത്. ആ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടത്തിയ ചർച്ചയുടെ തീരുമാനപ്രകാരം ഈ പശ്ചിമഘട്ട മലനിരകളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെടുത്തി 2012 ജൂലൈ 1. അപ്പം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഈ പശ്ചിമഘട്ട മലനിരകളെ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 2012 ജൂലൈ 1 ആണ്. ഈ 2012 ജൂലൈ 1 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ കേന്ദ്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 39. കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 19.
ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളമാണ്. കേരളത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 19 ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് എത്ര കേന്ദ്രങ്ങൾ എന്ന് ചോദിച്ചാൽ 39 അതിൽ കേരളത്തിൽ നിന്ന് എത്ര എന്ന് ചോദിച്ചാൽ 19 എന്നാൽ 2016 MAB അതായത് മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം പ്രകാരം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള മറ്റൊരു ജോഗ്രഫിക്കൽ ഏരിയയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം എന്നറിയപ്പെടുന്ന ആ ജോഗ്രഫിക്കൽ ഏരിയയെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 2016. ഈ 2016 എന്നറിയപ്പെടുന്ന ഇയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് സ്കീം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം പ്രകാരമാണ്. അപ്പൊ ഏത് സ്കീം അനുസരിച്ചാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് പശ്ചിമഘട്ട മലനിരകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം. ഈ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുള്ള അഗസ്ത്യാർകൂടം കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ടോട്ടൽ കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്നും 40 കേരളത്തിൽ നിന്നും 20. എന്നാൽ അടുത്ത ഭാഗം, അതായത് പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ സംശയിക്കും. ഒരു സംശയവും വേണ്ട. പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. അപ്പോൾ ആനമുടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 5 ചോദ്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാവാം. അതായത് പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. കിഴക്കൻ മലനാടിന്റെ ഭാഗത്തിൽ വരുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. ഈ 5 ഡെഫിനിഷനുകൾ, അതായത് 5 ഡെഫിനിഷനുകൾ ചോദിച്ചാൽ ഒരൊറ്റ ആൻസർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ആ ആൻസറാണ് ആനമുടി. ഈ ആനമുടി എന്നറിയപ്പെടുന്ന കൊടുമുടിയെ പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുക. ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി എന്നറിയപ്പെടുന്ന കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. 2695 മീറ്ററിനെ ഉൾപ്പെടുന്ന ഈ ആനമുടി എന്നറിയപ്പെടുന്ന കൊടുമുടി പ്രധാനമായിട്ടും 3 മലനിരകളുടെ ജോയിനിങ് പോയിന്റ് ആണ്. ആ മലനിരകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ആനമല, ഏലമല ആൻഡ് പളനിമല. ഏതാ വേണ്ടത്? ആനമല, ഏലമല, പളനിമല. ആനമല, ഏലമല, പളനിമല തുടങ്ങിയ 3 മലനിരകളുടെയും സംഗമമായ ആനമുടി എന്നറിയപ്പെടുന്ന കൊടുമുടിയാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതിനുശേഷം നോക്കുക, പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെങ്കിൽ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന ഭാഗമോ? പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന ഭാഗമായ ഈ പാലക്കാട് ചുരം എന്നറിയപ്പെടുന്ന ചുരത്തിന് പ്രധാനമായിട്ടും പ്രത്യേകതകളുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ മലപാതയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് തോന്നാം എന്താണ് ചുരം? ചുരം എന്ന് പറഞ്ഞാല് ഉയരമേറിയ മലനിരകൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവാണ് പാസ് അല്ലെങ്കിൽ ചുരം. ഉയരമേറിയ മലനിരകൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവിനെയാണ് നമ്മൾ വിളിക്കപ്പെടുക പാസ് അല്ലെങ്കിൽ ചുരം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. ആ പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം. പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന ഭാഗമായ ഈ പാലക്കാട് ചുരം തീർച്ചയായും നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മലപാതയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മലപാതയായ ഈ പാലക്കാട് ചുരത്തിന്റെ വ്യാസം എത്രയെന്ന് ചോദിച്ചാൽ അതായത് 35 മുതൽ 45 കിലോമീറ്റർ വരെയാണ്.
അപ്പം പാലക്കാട് ചുരത്തിന്റെ വ്യാസം എത്ര കിലോമീറ്റർ ആണ്? 35 മുതൽ 45 കിലോമീറ്റർ വരെയാണ്. ഇനി നോക്കുക, പ്രശസ്ത കഥാകൃത്തായിട്ടുള്ള OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന കൃതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചുരം ഏത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്. അപ്പൊ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന കൃതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചുരം ഏത് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? പാലക്കാട് ചുരമാണ്. ഏത് ചുരമാണ്? പാലക്കാട് ചുരം. ഇനി നോക്കുക, OV വിജയനാൽ തന്നെ എഴുതപ്പെട്ട കൃതിയായിട്ടുള്ള ഗുരുസാഗരം എന്നറിയപ്പെടുന്ന കൃതിയില് പരാമർശിക്കപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ്. ഏതെന്നാ പറയുക? തൂതപ്പുഴയാണ്. അതുപോലെ തന്നെ നോക്കുക, OV വിജയന്റെ പൂർത്തിയാവാത്ത കൃതി ഏതെന്ന് ചോദിച്ചാലും തീർച്ചയായും പറയാം പത്മാസനമാണ്. OV വിജയന്റെ പൂർത്തിയാവാത്ത കൃതി ഏതാണ്? പത്മാസനം. OV വിജയന്റെ പൂർത്തിയാവാത്ത കൃതി പത്മാസനം. ഖസാക്കിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന കൃതിക്ക് പശ്ചാത്തലമായ ചുരം എന്ന് പറയുന്നത് പാലക്കാട് ചുരമാണ്. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ എഴുതിയ കൃതിയാണ് ഗുരുസാഗരം. അപ്പൊ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗമായ പാലക്കാട് ക്യാപ്പ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒന്ന് നോക്കുക, പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത്? പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ അറിയുക നമ്മുടെ ജോഗ് വാട്ടർഫോൾസ് ആണ്. ഈ ജോഗ് വാട്ടർഫോൾസിനെ നമ്മൾ വിളിക്കപ്പെടുന്ന മറ്റൊരു പേരാണ് ഗർസപ്പോ വെള്ളച്ചാട്ടം. ജോഗ് ഫോൾസിനെ നമ്മൾ വിളിക്കപ്പെടുന്ന മറ്റൊരു പേരെന്താ? ഗർസപ്പോ വെള്ളച്ചാട്ടം. ഈ ഗർസപ്പോ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കർണാടകത്തില് ശരാവതി നദിയില് ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുക. അപ്പൊ ജോഗ് വാട്ടർഫോൾസ് ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? കർണാടകത്തിലാണ്. ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടവും ജോഗ് ഫോൾസ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടവും ജോഗ് ഫോൾസ് ആണ്. ഈ ജോഗ് വാട്ടർഫോൾസ് അല്ലെങ്കിൽ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടത്തില് പ്രധാനമായിട്ടും 4 വെള്ളച്ചാട്ടങ്ങളാണ് കൂടിച്ചേരുക. ജോഗ് ഫോൾസിൽ കൂടിച്ചേരുന്ന 4 വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ രാജ, റാണി, റോറർ ആൻഡ് റോക്കറ്റ്. ഏതെന്നാ പറയുക? രാജ, റാണി, റോറർ ആൻഡ് റോക്കറ്റ്. രാജ, റാണി, റോറർ ആൻഡ് റോക്കറ്റ് തുടങ്ങിയ 4 വെള്ളച്ചാട്ടങ്ങളും കൂടി സൃഷ്ടിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ, അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ജോഗ് ഫോൾസിന്റെ ഉയരം എന്ന് പറയുന്നത് 253 മീറ്റർ ആണ്. എത്ര മീറ്റർ എന്നാണ് വേണ്ടത്? 253 മീറ്റർ ആണ്. അപ്പൊ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വാട്ടർഫോൾസ്. അതിനുശേഷം പശ്ചിമഘട്ട മലനിരയിൽ നിന്നും പിറവിയെടുക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? പശ്ചിമഘട്ട മലനിരയിൽ നിന്നും പിറവിയെടുക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കൃഷ്ണ, കാവേരി, ഗോദാവരി. ഏതെന്നാ പറയുക? പശ്ചിമഘട്ട മലനിരയിൽ നിന്നും പിറവിയെടുക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കൃഷ്ണ, കാവേരി, ഗോദാവരി. അതായത് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ ഒഴുകപ്പെടുന്ന നദികളെ, ആ നദികൾ ഉത്ഭവിക്കുന്നതിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രധാനമായിട്ടും ആ നദീ വ്യവസ്ഥയെ 2 കാറ്റഗറിയായിട്ടാണ് തരംതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഹിമാലയൻ റിവർ സിസ്റ്റം ആൻഡ് സെക്കൻഡ് ദി പെനിൻസുലാർ റിവർ സിസ്റ്റം. അതായത് ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാല് ഹിമാലയത്തിലെ മഞ്ഞുരുകി ജലം ലഭിക്കുന്നതായ നദികളാണ്. ഹിമാലയത്തിലെ മഞ്ഞുരുകി ജലം ലഭിക്കുന്നതായ നദികളായതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ നദികൾ വറ്റിപ്പോകുന്ന നദികളല്ല. ഹിമാലയൻ നദികൾ വറ്റിപ്പോകുന്ന നദികളല്ല. എന്നാൽ ഹിമാലയൻ നദികളുടെ ഒറിജിൻ ഓഫ് സോഴ്സ് അല്ലെങ്കിൽ ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ ദി ഗ്രേറ്റ് മൗണ്ടെയിൻ റേഞ്ച് ആണ്, അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖലയാണ്. ഇനി നോക്കുക, സെക്കൻഡ് ഡിവിഷൻ ആയിട്ടുള്ള ദി പെനിൻസുലാർ റിവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന നദികള് എങ്ങനെ എന്ന് ചോദിച്ചാൽ മൺസൂണിനെ അടിസ്ഥാനമാക്കി ജലം ലഭിക്കുന്നതായ നദികളാണ്. മൺസൂണിനെ അടിസ്ഥാനമാക്കി ജലം ലഭിക്കുന്ന നദികളായതുകൊണ്ട് തന്നെ വേനൽക്കാലമാകുമ്പോൾ വറ്റിപ്പോവുകയും മഴക്കാലമാകുമ്പോൾ ജലം കൂടുതൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നദികളാണ്. അപ്പം ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണല്ലോ.
അതായത് ഹിമാലയൻ നദികള്, ഹിമാലയത്തിലെ മഞ്ഞുരുകി ജലം ലഭിക്കുന്നതായ നദികളാണ്. ദി പെനിൻസുലാർ റിവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന നദികളിലേക്ക് ജലം എത്തുന്നത് മൺസൂൺ അടിസ്ഥാനമാക്കി തന്നെയാണ്. മൺസൂൺ അടിസ്ഥാനമാക്കി ജലം ലഭിക്കുന്ന നദികളായതുകൊണ്ട് തന്നെ അത് വേനൽക്കാലമാകുമ്പോൾ വറ്റിപ്പോവുകയും മഴക്കാലമാകുമ്പോൾ വെള്ളം കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നതായ നദികളാണ്. ആ വിഭാഗത്തിൽപ്പെടുന്ന നദികളായിട്ടുള്ള കൃഷ്ണ, കാവേരി, ഗോദാവരി തുടങ്ങിയ 3 ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ട മലനിരയിൽ നിന്ന് തന്നെയാണ് പിറവിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. കേരളത്തിലെ മൊത്തം 44 നദികളുടെയും പ്രഭവ സ്ഥാനം ഏത് മേഖലയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, പശ്ചിമഘട്ട മലനിരകളാണ്. പക്ഷെ അതിന്റെ ഒറിജിനൽ സോഴ്സ് വ്യത്യസ്തമാണ്. കേരളത്തിലെ മൊത്തം 44 നദികളുടെയും പ്രഭവ സ്ഥാനം ഏത് മേഖലയാണ്? പശ്ചിമഘട്ട മലനിരകളാണ്. നോക്കിയേ, നമ്മുടെ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് കുടക്, കുദ്രൈമുഖ്, പാഞ്ച്ഗനി ആൻഡ് മഹാബലേശ്വർ. കുടക്, കുദ്രൈമുഖ്, പാഞ്ച്ഗനി, മഹാബലേശ്വർ. അതിൽ പാഞ്ച്ഗനിയും മഹാബലേശ്വരും മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. കുടക് ആൻഡ് കുദ്രൈമുഖ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്നു. കുടക്, കുദ്രൈമുഖ്, പാഞ്ച്ഗനി ആൻഡ് മഹാബലേശ്വർ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം, അതായത് പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ട് വരുന്ന ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ കേരളത്തിലേത് ഏതെന്ന് ചോദിച്ചാൽ മൂന്നാറാണ്. അതായത് മൂന്നാർ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമായ മൂന്നാർ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന് മൂന്നാർ എന്ന് പേര് ലഭിക്കുവാൻ കാരണമായിട്ടുള്ളത് 3 നദികളുടെ സംഗമസ്ഥാനം ആയതുകൊണ്ടാണ്. മൂന്നാറിൽ സംഗമിക്കപ്പെടുന്ന 3 നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാല് കുണ്ടള, നല്ലതണ്ണി ആൻഡ് മുതിരമ്പുഴ. അപ്പൊ മൂന്നാറിൽ സംഗമിക്കപ്പെടുന്ന 3 നദികൾ ഏതെല്ലാമാണ്? മൂന്നാറിൽ സംഗമിക്കപ്പെടുന്ന 3 നദികൾ ഏതെല്ലാമാണ്? മുതിരമ്പുഴ, നല്ലതണ്ണി ആൻഡ് കുണ്ടള. മുതിരമ്പുഴ, നല്ലതണ്ണി ആൻഡ് കുണ്ടള. ഈ 3 നദികളുടെയും ജോയിനിങ് പോയിന്റ് മൂന്നാർ ആയതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്ലേസ് ആനെയാണ് നമ്മൾ വിളിക്കപ്പെടുക മൂന്നാർ എന്ന്. അപ്പൊ മൂന്നാറിന് മൂന്നാർ എന്ന് പേര് ലഭിക്കുവാൻ കാരണമായിട്ടുള്ളത് 3 നദികളുടെ ജോയിനിങ് പോയിന്റ് ആണ്. മൂന്നാറിൽ സംഗമിക്കപ്പെടുന്ന 3 നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാല് കുണ്ടള, നല്ലതണ്ണി ആൻഡ് മുതിരമ്പുഴ. ഇനി നോക്കുക, പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളും കേരളത്തിലെ പ്രധാനമായിട്ടുള്ള സുഖവാസ കേന്ദ്രവുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എങ്കിൽ നോക്കുക, പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട റെയിനി ഫോറസ്റ്റ് അല്ലെങ്കിൽ മഴക്കാട് ഏതെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലെ, അതായത് കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ റെയിനി ഫോറസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. ഈ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന പ്രദേശം, അതായത് ഈ ജോഗ്രഫിക്കൽ ഏരിയ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുക. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൈലന്റ് വാലിക്ക് പ്രധാനമായും 5 പ്രത്യേകതകളുണ്ട്. അതായത് കേരളത്തിന്റെ നിത്യ ഹരിത വനമാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാടാണ്, അതുപോലെ തന്നെ ലങ്സ് ഓഫ് കേരളയാണ്, കേരളത്തിന്റെ ശ്വാസകോശമാണ്, അതുപോലെ തന്നെ വെർജിൻ ഫോറസ്റ്റ് ഓഫ് കേരളയാണ്, കേരളത്തിന്റെ കന്യാവനമാണ്. ഏതെന്ന് പറയുക? കേരളത്തിന്റെ കന്യാവനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തില് പ്രധാനമായിട്ടും 18 മഹാജൈവ വൈവിധ്യ മേഖലകളുണ്ട്. ഈ ലോകത്തിലെ 18 മഹാജൈവ വൈവിധ്യ മേഖലകളിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയും സൈലന്റ് വാലിയാണ്. അപ്പൊ പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ടുള്ള നിത്യഹരിത വനം കേരളത്തിലെ ഏതെന്ന് ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യണം? സൈലന്റ് വാലി. അപ്പൊ നോക്കുക, ഈ സൈലന്റ് വാലിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതായത് കേരളത്തിന്റെ നിത്യഹരിത വനമാണ്, കേരളത്തിലെ ഏക മഴക്കാടാണ്, കേരളത്തിന്റെ ശ്വാസകോശമാണ്, വെർജിൻ ഫോറസ്റ്റ് ഓഫ് കേരളയാണ്, അതുപോലെ തന്നെ ലോകത്തിലെ 18 മഹാജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നായി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന്
ആ ഭാഗങ്ങളിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയും സൈലന്റ് വാലിയാണ്. ഇനി നോക്കുക, പശ്ചിമഘട്ട മലനിരയുടെ അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വിദേശ ശക്തികൾ കേരളത്തിലേക്ക് വരുന്നതിന് കാരണമായിട്ടുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് കുരുമുളകാണ്. ഈ കുരുമുളകിന്റെ ജന്മഗൃഹം എന്ന് വിളിക്കപ്പെടുന്ന ജോഗ്രഫിക്കൽ ഏരിയ പശ്ചിമഘട്ട മലനിരകളാണ്. കുരുമുളകിന്റെ ജന്മ രാജ്യം എന്ന് വിളിക്കപ്പെടുന്നത് ഇന്ത്യയാണ്. കുരുമുളകിന്റെ ജന്മ സംസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നത് കേരളമാണ്. കുരുമുളകിന്റെ ജന്മജില്ല എന്ന് വിളിക്കപ്പെടുന്നത് ഇടുക്കിയാണ്. ആയതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സുഗന്ധദ്രവ്യ ജില്ലയായിട്ട് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഇടുക്കിയെയാണ്. അപ്പം പശ്ചിമഘട്ട മലനിരകളാണ് സുഗന്ധദ്രവ്യ ജില്ലയുടെ ഉറവിടമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ആ പശ്ചിമഘട്ട മലനിരകള് ഏത് ജില്ലയുടെ ഭാഗത്തിലുള്ള ഭാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ആയതുകൊണ്ട് തന്നെ ഏലത്തിന്റെയും കുരുമുളകിന്റെയും ജന്മഗൃഹമായിട്ട് നമ്മൾ വിളിക്കപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. സംസ്ഥാനമാണ് കേരളം, രാജ്യമാണ് ഇന്ത്യ. ജോഗ്രഫിക്കൽ ഏരിയയാണ് പശ്ചിമഘട്ട മലനിരകൾ. എന്തായാലും ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ സംരക്ഷണ പദ്ധതികൾ നമ്മുടെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയുണ്ടായി. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജനങ്ങൾ ഭയങ്കര സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഇതിനെതിരെ നടത്തി. ആ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഫലമായിട്ട് ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനാൽ നിയോഗിക്കപ്പെട്ട അന്വേഷണ കമ്മിറ്റിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച വർഷം എന്ന് പറയുന്നത് 2009 ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2011 ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് കേരളത്തിന്റെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയയായി ഡിക്ലെയർ ചെയ്തു. കേരളത്തിന്റെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയയായി ഡിക്ലെയർ ചെയ്തു. ആ എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയയായി ഡിക്ലെയർ ചെയ്ത പ്രദേശമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ ആ പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുന്നതിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ആയതുകൊണ്ട് വീണ്ടും ജനങ്ങൾ അതിന്റെ സമരവും പ്രതിഷേധങ്ങളും ശക്തമാക്കി. ആയതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ഒരു പുനരന്വേഷണ കമ്മിറ്റിയായിരുന്നു ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മിറ്റി. ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2013 ഏപ്രിൽ 5 ഈ 2013 ഏപ്രിൽ 5 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് കേരളത്തിലെ 123 വില്ലേജുകൾ എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയയായി ഡിക്ലെയർ ചെയ്തു. കേരളത്തിലെ 123 വില്ലേജുകൾ എന്തായി ഡിക്ലെയർ ചെയ്തു? എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയയായി ഡിക്ലെയർ ചെയ്തു. ആ എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയയായി ഡിക്ലെയർ ചെയ്ത ആ പ്രശ്നങ്ങൾക്കും ജനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിനും ജനങ്ങൾ എതിരാണ്. സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പ്രതിഷേധങ്ങളും ഒക്കെ നമ്മുടെ ജില്ലകളിൽ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റ് നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയായിരുന്നു ഉമ്മൻ കമ്മിറ്റി. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ആദ്യ അന്വേഷണ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, പുനരന്വേഷണ കമ്മിറ്റി ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മിറ്റി, സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി ഉമ്മൻ കമ്മിറ്റി. നോക്കുക, നമുക്ക് ആദ്യം പഠിച്ച ഭാഗത്തേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. പരീക്ഷയിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് നോക്കുക, കേരളത്തിന്റെ കിഴക്കേ അതിര് പശ്ചിമഘട്ടമാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടം നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 6. പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ചോദിച്ചാൽ ആലപ്പുഴയാണ്. പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വാട്ടർഫോൾസ് ആണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരയിലെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് മൂന്നാർ. പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് കുടക്, കുദ്രേമുഖ്, പാഞ്ചഗനി ആൻഡ് മഹാബലേശ്വർ. അതിൽ പ്രത്യേകമായി നമ്മൾ ഓർത്തു വെക്കേണ്ടത് പാഞ്ചഗനിയും മഹാബലേശ്വരും ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മിക്ക PSC പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്, പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച പുനരന്വേഷണ കമ്മിറ്റി ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മിറ്റി, പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ കമ്മിറ്റി. ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇനി മലയാള ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ ചോദിക്കാം.
ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അത് ഒ വി വിജയൻ. അദ്ദേഹത്തിന് ആ ഖസാക്കിന്റെ ഇതിഹാസത്തിന് പശ്ചാത്തലമായത് ഏത് ചുരം എന്ന് ചോദിച്ചാൽ പാലക്കാട് പാസാണ്. അതുപോലെ തന്നെ നോക്കുക, ഒ വി വിജയന്റെ പൂർത്തിയാവാത്ത കൃതി ചോദിച്ചാൽ പത്മാസനമാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നമുക്ക്